നമസ്കാരം. അദാനി ഗ്രൂപ്പിനെതിരെ നിരവധി വട്ടം ഉയർന്ന അഴിമതി ആരോപണത്തിന്റെ ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്ന പരാതിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ തമിഴ്നാട്ടിൽ അന്വേഷണം തുടങ്ങി. ഇടപാട് സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുത്തിയെന്നാണ് കേസ്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷനാണ് നിർദ്ദേശം നൽകിയത്. തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വേണ്ടി കൽക്കരി ഇറക്കുമതി ചെയ്തതിലെ ക്രമക്കേടുകളാണ് അന്വേഷിക്കുക. അഴിമതി നിരോധന നിയമപ്രകാരം അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ സ്റ്റാലിൻ സർക്കാർ നിർദ്ദേശം നൽകിയത് അദാനി ഗ്രൂപ്പിന് വലിയ തലവേദനയായിരിക്കുകയാണ്. നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് ആഗോളതലത്തിൽ വിശ്വാസ്യത ഇടിഞ്ഞ അദാനി ഗ്രൂപ്പിന് പുതിയ കേസ് തിരിച്ചടിയാവും. നരേന്ദ്രമോദിയുടെ പ്രിയ തോഴൻ എന്ന നിലയിൽ സ്റ്റോക്ക് തട്ടിപ്പിനെതിരെ സുപ്രീം കോടതി നിയോഗിച്ച സെബിയെ പോലും വരുതിയിലാക്കാൻ കഴിഞ്ഞ അദാനി ഗ്രൂപ്പിന് സ്റ്റാലിൻ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനയായ അരാപ്പോർ ഇയക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുമേഖലാ കമ്പനിയായ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന് ഉയർന്ന വിലയ്ക്കാണ് അദാനി കൽക്കരി വിറ്റതെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. 2014 ജനുവരി മുതൽ ഒക്ടോബർ വരെയായിരുന്നു ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് കൽക്കരി വിറ്റത്. ഇതിലൂടെ കമ്പനിക്ക് ഭീമമായ നഷ്ടമുണ്ടായെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. കൽക്കരി ഇടപാടിൽ വലിയ അഴിമതി നടന്നുവെന്ന് അരാപ്പോർ ഇയക്കം നൽകിയ പരാതിയിൽ പറയുന്നു. 2012 മുതൽ 2016 വരെ നടന്ന അഴിമതിയിൽ ഏകദേശം 6066 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് സംഘടന ആരോപിക്കുന്നത്. 2018ലും 2019ലും വിജിലൻസിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും സംഘടന ആരോപിക്കുന്നു. തുടർന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിന് നേരിട്ട് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി. അദാനി ഗ്രൂപ്പും മറ്റും ഉൾപ്പെട്ട കോടികളുടെ കൽക്കരി ഇറക്കുമതി അഴിമതിയിൽ അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ അനുമതി നൽകിയത് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായി. സംസ്ഥാന സർക്കാരിന് വൻ നഷ്ടമുണ്ടാക്കിയ ടെൻഡർ വ്യവസ്ഥകളിലും കൽക്കരി ഇറക്കുമതിയിലും ഗുരുതരമായ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ പ്രാഥമിക അന്വേഷണം രജിസ്റ്റർ ചെയ്തു. തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷന്റെ കൽക്കരി ഇറക്കുമതി സംബന്ധിച്ച ആരോപണങ്ങളിന്മേൽ പ്രാഥമിക അന്വേഷണം രജിസ്റ്റർ ചെയ്യുന്നതിനും അന്വേഷണം നടത്തുന്നതിനും സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്. 1988 അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17A പ്രകാരമുള്ളതാണ് അനുമതി. ടാങ്കഡ്കോ ഉദ്യോഗസ്ഥരും അദാനി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡും മറ്റുള്ളവരും ഉൾപ്പെട്ട കൽക്കരി ഇറക്കുമതിയിൽ 6066 കോടി രൂപയുടെ വൻ അഴിമതി നടന്നെന്നാണ് ഭരണത്തിൽ സുതാര്യതയ്ക്കും ഉത്തരവാദിത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അരപ്പോർ ഇയക്കത്തിന്റെ ആരോപണം. 2018ലും 19ലും വ്യക്തമായ തെളിവുകൾ സഹിതം മുൻ സർക്കാരിന് പരാതി നൽകിയിട്ടും വിജിലൻസ് കേസെടുത്തില്ല. 2023 ജനുവരി 31 അരപ്പോർ ഇയക്കം കൺവീനർ ജയറാം വെങ്കടേശൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന് കത്തയച്ചതോടെയാണ് NDA സഖ്യകക്ഷിയായിരുന്ന ADMK സർക്കാർ അവഗണിച്ച കേസിന് ജീവൻ വെച്ചത്. അദാനിക്ക് അനുകൂലമായി 2011 ശേഷം ടെൻഡർ വ്യവസ്ഥകൾ എങ്ങനെ മാറ്റിയെന്നതിന് താൻ നേരത്തെ നൽകിയ പരാതികളിൽ തെളിവുകൾ നൽകിയിട്ടുണ്ടെന്ന് വെങ്കടേശൻ പറഞ്ഞു. 100 കോടിയുടെ ടെൻഡർ മൂല്യത്തിന്റെ വിറ്റുവരവ് ചില സ്ഥാപനങ്ങൾക്ക് അനുകൂലമായി ഏകദേശം 1000 കോടി രൂപയായി ഉയർത്തിയതായി നേരത്തെ CAG പോലും കണ്ടെത്തിയിരുന്നു. അദാനി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിനും മറ്റു ചിലർക്കും ഒരു മെട്രിക് ടണ്ണിന് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞത് $15 മുതൽ $20 വരെ ടെൻഡർ നൽകിയതായി വെങ്കടേശൻ ആരോപിച്ചു. അന്ന് ഇന്തോനേഷ്യൻ സർക്കാർ പ്രസിദ്ധീകരിച്ച മാർക്കറ്റ് വില ആരോപണം തെളിയിക്കാനുള്ള തെളിവായി സമർപ്പിച്ചിരുന്നു. ഇറക്കുമതി ചെയ്ത കൽക്കരിയുടെ ഗുണനിലവാരം കുറഞ്ഞതിനാൽ കാര്യക്ഷമമല്ലാത്ത താപവൈദ്യുതി ഉൽപാദനം കൂടുതൽ നഷ്ടത്തിനിടയാക്കി എന്നാണ് മറ്റൊരു ആരോപണം. നേരത്തെ ടാങ്കഡ്കോയുടെ കൽക്കരി ഇറക്കുമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ AADMK സർക്കാർ പ്രാഥമിക അന്വേഷണം രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. ഒരിക്കൽ അവസാനിപ്പിച്ച കേസിന് വീണ്ടും ജീവൻ വെക്കുമ്പോൾ അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ കൂടി പ്രസക്തമാവുകയാണ്. തമിഴ്നാടിന് സമാനമായി മറ്റ് സംസ്ഥാനങ്ങളിലും കൽക്കരി ഇടപാട് നടത്തിയ അദാനി ഗ്രൂപ്പിന് കേവലം ഒരു സംസ്ഥാനത്തിന് മാത്രം ബാധകമാകുന്ന കേസല്ല ഇത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതുതന്നെയാണ് അദാനിയെ അലട്ടുന്നതും.